Hello, my dear students. Welcome back to Human Resource Management 29th സെഷൻ. നമ്മളുടെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ്. കാരണം ഓഫ് ദ ജോബ് ട്രെയിനിങ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ ബാസ്ക്കറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഇത് നമ്മുടെ റോൾ പ്ലേ പോലത്തെ ഒരു ട്രെയിനിങ് മെത്തേഡാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുതിയതായിട്ട് വരുന്ന ട്രെയിനിങ്ങിനായിട്ട് വരുന്ന എംപ്ലോയീസിന് അവരുടെ ഈ പറഞ്ഞ ഡെസ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറേയധികം പ്രോബ്ലംസ് അവിടെ വെച്ചിട്ടുണ്ടാവും. ആ ഡെസ്കിനെയാണ് ഇൻ ബാസ്ക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവിടെ വെച്ചിട്ട് പല റേഞ്ച് ഓഫ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും ആ ബാസ്ക്കറ്റിൽ. ഓക്കെ, എന്നിട്ട് ഇവർക്ക് അതിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഓരോന്ന് എടുത്തുകൊണ്ട് അവർ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ടെക്നിക്ക് ശരിക്കും നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു എബിലിറ്റി, അവരുടെ ഒരു മാനേജറിയൽ ആയിട്ടുള്ള എബിലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഇൻ ബാസ്ക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഇൻ ബാസ്ക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ പല വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന മെമ്മോസ് ഉണ്ടായിരിക്കാം, കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കാം, ഇമെയിൽസ്, ഡയറക്റ്റീവ്സ്, റിക്വസ്റ്റ്, റിപ്പോർട്ട്സ്, ഫോംസ്, മെസ്സേജസ്, മിനിറ്റ്സ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അങ്ങനെ പലതും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, സൂപ്പർവൈസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ അവിടെ നിന്ന്, ഇൻമേറ്റ്സ് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അങ്ങനെ പല വിഭാഗത്തിൽ നിന്നും ഉണ്ടാവുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ ഇൻ ബാസ്ക്കറ്റിൽ ഉണ്ടാവുക. അതിലൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇവരെടുത്തുകൊണ്ട് ആ ഓരോ പ്രോബ്ലം അനലൈസ് ചെയ്ത് അതിന് ഉചിതമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ആണ് നമുക്ക് ഈ ഇൻ ബാസ്ക്കറ്റ് ട്രെയിനിങ് വരുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ മാനേജർ എന്ത് ചെയ്യുന്നു, മാനേജറുടെ അടുത്താണല്ലോ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ എല്ലാവരും കൊണ്ട് എത്തിക്കുക. അപ്പോൾ ആ മാനേജറുടെ ഡെസ്കിലുള്ള ആ പ്രോബ്ലംസ്, ആ ഡോക്യുമെൻറ്റ്സ് അതായിരിക്കും ഈ ട്രെയിനീസിന് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ട്രെയിനീസ് എന്ത് ചെയ്യണം, ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസൊക്കെ ഫോം ചെയ്ത് അതിനെന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് നോട്ട്സ് ആയിട്ടോ കമൻസ് ആയിട്ടോ റെസ്പോൺസ് ആയിട്ടോ ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഓരോ പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷനാണ് എടുത്തിട്ടുള്ളത് അതിനെന്ത് ചെയ്യുന്നു, അവർ റേറ്റ് ചെയ്യാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ. അതിലൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിൻഡ് റേറ്റേഴ്സ് ഉണ്ടാവും. അവരിരുന്നു കൊണ്ട് ഇവരുടെ അടുത്ത് ഫോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ ഓരോ പ്രോബ്ലത്തിന് എന്താണ് ഇവർ സൊല്യൂഷൻ കണ്ടെത്തിയത്, അത് ഉചിതമാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, നോക്കിയിട്ട് റേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഇൻ ബാസ്ക്കറ്റ് ട്രെയിനിങ്ങിൽ ഈ പറയുന്ന ട്രെയിനീസ് അവർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം അവരെ റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയാസ്, പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയാസ് ഫോം ചെയ്തിട്ട് അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, അവരെ റേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ട്രെയിനീസിന് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അവരൊരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ പ്രോബ്ലം എന്താണോ ആ കണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത് അവർ പ്രോപ്പറായിട്ട് ആ റോൾ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ആദ്യമേ തന്നെ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന ട്രെയിനീസിന് നമ്മുടെ ഇൻ ബാസ്ക്കറ്റിലുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരു ലോഗ് ഓഫ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ആ മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻ ബാസ്ക്കറ്റ് ട്രെയിനിങ്ങിൽ ട്രെയിനീസിന് ട്രെയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ആ പ്രോബ്ലം റേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെടുത്ത ഡിസിഷനെ കുറിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനേഴ്സ് എന്ത് ചെയ്യും, ഈ ട്രെയിനിക്ക് ആളെടുത്ത ഡിസിഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്, ആ ഡിസിഷൻ എത്രത്തോളം സൂട്ടബിളായിരുന്നു, അത് എത്രത്തോളം റീഇൻഫോഴ്സിങ് ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കുകയാണ് ഇൻ ബാസ്ക്കറ്റ് ട്രെയിനിങ്. നെക്സ്റ്റ് വരുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ ട്രെയിനിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് ഏരിയ
ആ വർക്ക് ഏരിയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേറൊരു വർക്ക് പ്ലേസ്, നമ്മൾ ആക്ച്വൽ വർക്ക് പ്ലേസ് പോലെ തന്നെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് വേറൊരു സിമിലർ വർക്ക് പ്ലേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഈ പറയുന്ന എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പം അതാണ് ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നിയർ ദ ജോബ് ട്രെയിനിങ് എന്നും കൂടി പറയാറുണ്ട്. ഇവിടെ ഒരു സെറ്റപ്പ്, ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന എംപ്ലോയീസിന് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ ഒരു സിമുലേറ്റഡ് സെറ്റപ്പ് ഉണ്ടാക്കുന്നു. അവിടെ ഈ എംപ്ലോയീസ് ഇരുന്നു കൊണ്ട് അവർ ജോലി ചെയ്യുന്നു. അവിടെ ആ ജോലി ചെയ്യുമ്പോൾ അവർക്കുള്ള ട്രെയിനിങ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ജോലിയിൽ ആസ്പദമായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ അവരവിടെ ശരിക്കും ആക്ച്വൽ പ്ലേസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും ടൂൾസും മെഷീനറീസൊക്കെ ഉപയോഗിച്ച് അവർ വർക്ക് ചെയ്ത് അങ്ങനെ ട്രെയിനിങ്ങിലൂടെ കാര്യങ്ങൾ പുതിയത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അപ്രൻറ്റൈസ് ട്രെയിനിങ് ഓർ അപ്രൻറ്റൈസ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് ആദ്യം എന്ത് ചെയ്യുന്നു, ട്രെയിനീസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ട്രെയിനീസ് അല്ലെങ്കിൽ അപ്രൻറ്റീസ് എന്നുള്ള രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്നു, ഇവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിൻ്റെ കീഴിൽ അവരുടെ ഗൈഡൻസിൽ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും ജോബ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്രൻറ്റൈസിന് അവർക്ക് ആ സമയത്ത് ആ ഒരു ട്രെയിനിങ് സമയത്ത് അവർക്ക് ചെറിയ സ്റ്റൈപ്പൻ്റൊക്കെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഇവർ ജോബ് ആ ഒരു ട്രെയിനിങ് പീരീഡിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും വേണം. പിന്നെ ഇതിൽ ഈ ഒരു അപ്രൻറ്റൈസ് ട്രെയിനിങ്ങിൽ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഈ അപ്രൻറ്റൈസ് ട്രെയിനിങ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഈ പറയുന്ന കാരണം ഇവർ തുടക്കക്കാരായതുകൊണ്ട് ഇവർക്ക് വേണ്ട സ്കില്ലിനുള്ള ഗൈഡൻസ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ പേ ആണ് ഇവർക്ക് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ശരിക്കും അവരെ നമ്മൾ ആ ജോലിയിലേക്ക് ക്വാളിഫൈഡ് ആയിട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അപ്രൻറ്റൈസ് ട്രെയിനിങ്. പിന്നെ വരുന്നത് ക്ലാസ് റൂം ട്രെയിനിങ്. അത് നമ്മുടെ അപ്രൻറ്റൈസ് ട്രെയിനിങ്ങിൽ നമ്മൾ കണ്ടതായിരുന്നു. ക്ലാസ് റൂം ട്രെയിനിങ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലെക്ചേഴ്സ് ആയിട്ടോ കേസ് സ്റ്റഡി ആയിട്ടോ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലേണർ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷനിലെ സെമി സ്കിൽഡ് ആയിട്ടുള്ള ജോബിലുള്ള എംപ്ലോയീസിന് അവർക്ക് ബേസിക് ആയിട്ടുള്ള നോളേജ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളേജ് തന്നെ ഉണ്ടാവില്ല. സോ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ലേണർ ട്രെയിനിങ്. ചിലപ്പോൾ അവരെ വൊക്കേഷണൽ സ്കൂളിൽ എഡ്യൂക്കേഷന് അയക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മെഷീൻസിൻ്റെ ഓപ്പറേഷൻസൊക്കെ ആ രീതിയിൽ അവരെ പഠിപ്പിക്കുന്നുണ്ടാവും. അതാണ് ലേണർ ട്രെയിനിങ്. ഇനി വരുന്നതാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. അത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ബിസിനസ് ഫേമുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും റെഗുലറായിട്ട് സ്റ്റഡി ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ബിസിനസ് കൺസേണിൽ പ്രാക്ടിക്കലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. അതിലൂടെ അവർക്ക് പ്രാക്ടിക്കൽ നോളേജും സ്കില്ലും അക്വയർ ചെയ്യാൻ പറ്റും. അതാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ഇപ്പോഴത്തെ നമ്മളുടെ മോഡേൺ ഇതിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് വഴി നമുക്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അതിനുള്ള പാക്കേജസ് ട്രെയിനീസിന് കൊടുക്കുന്നുണ്ടാവും. അത് ശരിക്കും ഇൻഡിവിജ്വൽസിന് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് വരുന്നത്. പിന്നെ വരുന്ന ഇവിടെ നമ്മളുടെ ഈ ഒരു സെഷനിൽ ലാസ്റ്റ് വരുന്നതാണ് ലേണിംഗ്, ദാറ്റ് ഈസ് ട്രെയിനിങ് ഓൺലൈൻ. ഇപ്പോൾ നമുക്ക് ഒരുപാട് വേൾഡ് വൈഡ് വെബൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ട്രെയിനിങ് ഓൺലൈനായിട്ട് തന്നെ ലൈവായിട്ട് ഒരു സമയത്ത് ലോകത്ത് പല ഭാഗത്ത് നിന്നുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റും അത് ഒത്തിരിയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എംപ്ലോയീസിന് പല ഡിഫറെൻറ്റ് ജോബിൻ്റെ പല ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നിന്നുകൊണ്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സപ്പോസ് ഇപ്പോൾ ആ എംപ്ലോയിക്ക് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവർക്കുള്ള കമ്പ്യൂട്ടറും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലേണിംഗ് ട്രെയിനിങ് ഓൺലൈൻ എന്ന് പറയുന്നത്. ഓക്കെ.